ശ്രീമതി മേരി ജോർജ്, ഈ ലോക കേരള സഭ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളൊരു ചോദ്യം വലിയ ശക്തമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്. ഇനി സാമ്പത്തിക ഞെരുക്കത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൂടുതൽ ഞെരുക്കങ്ങൾ കൊണ്ടുവരുന്നതിനിടയിലാണ് ഇതിനായുള്ള പണം അനുവദിക്കാൻ മാത്രം സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. അതായത് 2,25,00,000 രൂപ ഇപ്പോൾ ഈ നാലാം ലോക കേരള സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു തൽക്കാലം. അത് കഴിഞ്ഞ് അത് സഭ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ വളരെ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും. അപ്പോഴാണ് താങ്കൾ ചോദിച്ച ആ ചോദ്യം, അതായത് ഇതുവരെ നടത്തിയ മൂന്ന് ലോക കേരള സഭകൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി. അതായത് ഈ കഴിഞ്ഞ ലോക കേരള സഭകളെ പറ്റിയൊക്കെ അന്വേഷണം നടത്തിയ സമയത്ത് എനിക്ക് കിട്ടിയ വിവരം ഏതാനും പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രപ്പോസലിന്റെ കാര്യത്തിൽ പോലും നടപടിയെടുത്തതായിട്ട് ഇല്ല. അപ്പൊ നടപടിയെടുത്തതായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടുത്ത ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് ആരുടേതാണ്? സർക്കാർ ജീവനക്കാരുടെയോ പെൻഷൻകാരുടെയോ പെൻഷൻ കുടിശ്ശികയല്ല. അത് പെൻഷൻ കുടിശ്ശികയും DA കുടിശ്ശികയും ഒക്കെ കൊടുക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത് പാവപ്പെട്ടവർക്ക് 60 വയസ്സിന് മുകളിലുള്ള 1,600 രൂപ വീതം പ്രതിമാസ പെൻഷൻ കിട്ടി അതുകൊണ്ട് മരുന്നും മന്ത്രങ്ങളും എല്ലാം വാങ്ങിക്കേണ്ട തരത്തിലുള്ള തരത്തിലുള്ള വ്യക്തികൾക്ക്, അങ്ങനെയുള്ളവർക്ക് കിട്ടേണ്ട 1,600 രൂപ പെൻഷൻ, അതും ഈ ഗവൺമെന്റ് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് 1,600 രൂപ 2,500 ആക്കുമെന്നാണ്. പക്ഷേ 1,600 തന്നെ ഇപ്പോൾ 6 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ബജറ്റിൽ ഗവൺമെന്റ് പറഞ്ഞു എല്ലാ മാസവും കൊടുക്കുമെന്ന്. അതാണ് ഇപ്പോൾ എല്ലാ മാസവും അതത് മാസത്തെ കൊടുക്കുമെന്ന് പറഞ്ഞതും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം സമസ്ത മേഖലകളിലും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വണ്ടിക്ക് അടിക്കാൻ പെട്രോൾ അടിക്കാൻ പൈസയില്ല, ഉപകരണങ്ങളില്ല, മരുന്നില്ല, ഇങ്ങനെ സമസ്ത മേഖലകളിലും പ്രതിസന്ധിയാണ്. ആ സാഹചര്യത്തിലാണ് ലോക കേരള സഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഓർക്കണം, കേരളീയം നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് വഴി പണം മേടിച്ചു. ഇതുപോലെ ലോക കേരള സഭ നടത്തുമ്പോൾ ഈ കേരളത്തിലേക്ക് ഈ സഭയുടെ പേരിൽ വരാം, അവരുടെ ആതിഥ്യം സ്വീകരിക്കാം, അങ്ങനെ സ്വന്തം ഇമേജ് വളർത്താം എന്ന് വിചാരിക്കുന്ന പ്രവാസികള്, അതായത് സ്വയം ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ, അവരിതിനകത്തേക്ക് മെമ്പർഷിപ്പ് എടുക്കും. മെമ്പർഷിപ്പ് എടുക്കുകയല്ല, അവരിതിനു വേണ്ടിയിട്ട് വരാൻ തയ്യാറാകും. അങ്ങനെ വരുന്നു പോകുന്നവർ ഇവര് തമ്മിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയോ കേരളത്തിലോ എല്ലാം അതായത് ഗുണ്ടാ വിളയാട്ടം ഒരു വശത്ത്, രാസലായിനികളുടെ വിളയാട്ടം വേറൊരു വശത്ത്, അങ്ങനെ സർവ്വ മേഖലകളിലും പ്രശ്നമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തില് മുഖ്യമന്ത്രി കുടുംബവുമായി പരിവാര സമേതം മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉല്ലാസയാത്ര എന്നാണ് പ്രതിപക്ഷം അതിനെ കളിയാക്കി വിളിക്കുന്നത്. അതെ, ഈ സന്ദർശനമൊക്കെ നടത്തുന്ന സമയത്ത് വല്ലതുമൊക്കെ പോക്കറ്റിൽ വരേണ്ടേ, വല്ല സൗഹൃദ കൂട്ടുമുട്ടലുകളൊക്കെ വേണ്ടേ? അതിനുള്ള ഒരു വഴിയൊരുക്കലായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. ഇതല്ലാതെ ഈ കേരളത്തിൽ ജീവിക്കുന്നവർക്കോ ഇവിടുന്ന് പ്രവാസത്തിൽ പോയി കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കാർക്കും മുഖ്യമന്ത്രിയുടെ ഈ ലോക കേരള സഭ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രതിസന്ധികളൊക്കെ അതുപോലെ തുടരും. അങ്ങനെ നടക്കുകയല്ലാതെ ഇതൊന്നും അതിന് പരിഹാരം കാണാനില്ല. ഇത് മുഖ്യമന്ത്രി അതായത് പ്രവാസികളായ പൗരമുഖ്യരുടെ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നു. പകരം ആ പൗരമുഖ്യർ മുഖ്യമന്ത്രിയുടെ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നു. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലൊരു ചൊല്ലാണ് കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് ബ്രോക്കർമാര് പരസ്പരം പുറം ചൊറിയും എന്ന് പറയും. എന്ന് വെച്ചാല് പരസ്പരം സഹായിക്കത്തക്ക രീതിയിൽ പണി ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോക്കില് ഷെയർ ഹോൾഡേഴ്സ് ആണ് അനുഭവിക്കേണ്ടി വരിക.
എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും അനുഭവിക്കുക. മുഖ്യമന്ത്രി പുറഞ്ഞെറിഞ്ഞു കൊടുക്കുന്നു പ്രവാസികൾക്ക്, പ്രവാസികൾ പുറഞ്ഞെറിഞ്ഞു കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക്. അതാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് പ്രതികരിച്ചതിന്.